അപ്പോൾ നമുക്ക് ഇനി പോകേണ്ടത് ഒരു പ്രതിഷേധമാണ്. ആ പ്രതിഷേധം നടക്കുന്നത് നമ്മുടെ ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ ചാലക്കുടി MLA സനീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ്. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് MLAയും കോൺഗ്രസ് പ്രവർത്തകരും. ലെവിൻ ഉണ്ട് വിവരങ്ങളുമായി. ലെവിൻ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? സേതു, ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ദേശീയപാത 544-ൽ ചാലക്കുടി മുരിങ്ങൂരിൽ കുത്തിയിരുന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമുള്ള പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാസങ്ങളായി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായ അപാകതകളെ തുടർന്ന് അടിപ്പാത നിർമ്മാണമടക്കം നേരത്തെ മുടങ്ങിയിരുന്നു. അത് ഹൈക്കോടതിയുടെ കൂടി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് റോഡിൽ സുരക്ഷ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് മാസങ്ങളായി തുടരുന്നു. ഒരു വർഷത്തിനടുത്ത് വിവിധ സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ നിർമ്മാണം നടക്കുന്നത് മൂലം വലിയ ഗതാഗത കുരുക്കാണ്, രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഈ മേഖലയിലെമ്പാടും അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് എറണാകുളം ഭാഗത്തേക്കും തിരിച്ചും തൃശ്ശൂരിലേക്ക് വരുന്ന ആളുകൾ റോഡിൽ കിടക്കേണ്ടി വരുന്നത് 4-5 മണിക്കൂറുകൾ വരെ റോഡിൽ കിടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എയർപോർട്ട്, ആശുപത്രി തുടങ്ങിയ ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ മാസങ്ങളായി വലിയ ദുരിതവും ദുരന്തവും ഒക്കെ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഈ മേഖലയിലുള്ളത്. ഈ വിഷയം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധം അറിയിച്ചിരുന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ അല്ലെങ്കിൽ പരാതികൾ അറിയിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും ഫലമുണ്ടാകുന്നില്ല. തൃശൂർ റൂറൽ പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിലും അതൊന്നും ഫലപ്രദമായില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ചാലക്കുടി MLA 2ാം വട്ടവും പ്രതിഷേധം നടത്തുന്നത്. നേരത്തെ ഉപരോധ സമരം നടത്തി ഇത്തരത്തിൽ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ച MLA ജില്ലാ ഭരണകൂടത്തിന്റെ അധികൃതർ കൃത്യമായി നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പ്രതിഷേധത്തിൽ നിന്നും പിൻവാങ്ങി. പക്ഷേ ഈ ഉറപ്പുകളൊക്കെ ലഭിച്ച് ദേശീയപാത അതോറിറ്റിയോ കരാർ കമ്പനിയോ ജില്ലാ ഭരണകൂടമോ ഇതൊന്നും പാലിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചാലക്കുടി MLAയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. MLAയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ കൂടി എത്തി ഇപ്പോൾ നടത്തുന്നത്. ശരി, ദേശീയപാതയിലെ ഗതാഗത കുരുക്കിലാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ അവിടെ മഴയുണ്ട്. ആ മഴയെപ്പോലും വെല്ലുവിളിച്ചാണ്, മഴയിൽ നനഞ്ഞുകൊണ്ടാണ് അവിടെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. കാരണം കുറേ നാളുകളായിട്ട് ഈ സ്ഥലത്തെ ആ ദേശീയപാതയിലെ ആ പ്രശ്നങ്ങളൊക്കെ മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നുണ്ട്, അധികൃതരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു നടപടി ഇനിയും ഉണ്ടായിട്ടില്ല. അതിനെ തുടർന്നാണ് ഈ പ്രതിഷേധം.